മലപ്പുറം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ കർക്കിടക ഫെസ്റ്റും അതുപോലെ തന്നെ ജെൻഡർ ചാമ്പ്യന്മാരെ ആദരിക്കലും പരിപാടിയാണ് ഇന്നിവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. കർക്കിടക ഫെസ്റ്റ് എന്ന് പറയുമ്പോൾ വാർഡുകളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളൊന്നും തന്നെ നമുക്ക് കാര്യമായി വന്നിട്ടില്ല. എല്ലായിടത്തും വിവരം കൊടുത്തെങ്കിലും കർക്കിടകവുമായി ബന്ധപ്പെട്ട കർക്കിടകം തീരാനായതുകൊണ്ടാണോ എന്നറിയില്ല, ഈ വർഷത്തെ അധിക മഴയായതുകൊണ്ട് തന്നെ നമുക്ക് സാധനങ്ങളൊന്നും ഉൽപ്പന്നങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥിതിയാണ്. എന്നാലും 13-ാം വാർഡിനും 10-ാം വാർഡിനും എല്ലാം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നവരും ഉണ്ട്. എന്നിരുന്നാലും നമുക്ക് ഈ കർക്കിടകത്തിന്റെ പ്രാധാന്യം അറിയിക്കാൻ വേണ്ടി ഒരു ക്ലാസ് നമ്മൾ ഏർപ്പാടാക്കുകയായിരുന്നു. അപ്പോൾ ക്ലാസ് എടുക്കേണ്ട ഡോക്ടർക്ക് അസുഖമായതിനാൽ വരാൻ പറ്റില്ല ഇപ്പൊ രാവിലെയാണ് അറിയിക്കുന്നത്. അതുകൊണ്ട് അതിനൊരു പകര സംവിധാനം ഏർപ്പെടുത്താനും സാധിച്ചിട്ടില്ല. എന്നിരുന്നാലും നമ്മുടെ ഈ പരിപാടി ആദരിക്കലും മറ്റു പരിപാടികളും വിജയിപ്പിക്കാൻ വേണ്ടി എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രമണിയേച്ചിയാണ്. രമണിയേച്ചിയെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജ്നാസ് MD ആണ്. അജ്നാസിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മൾ ജെൻഡർ ചാമ്പ്യന്മാരായി ആദരിക്കാൻ തെരഞ്ഞെടുത്തിട്ടുള്ള KM പാർവതി ടീച്ചർ, ഹൈമാവതി TK, കമലാക്ഷി ടീച്ചർ, രോഹിണി KV, കാത്യായനി ടീച്ചർ, ലക്ഷ്മി A, സുബിഷ, ധനുശ്രീ, നളിനി P എന്നിവരെയാണ് നമ്മൾ ജെൻഡർ ചാമ്പ്യന്മാർ. വിവിധ മേഖലകളിൽ പ്രായമായിട്ടും നമുക്കറിയാം നമ്മുടെ പാർവതി ടീച്ചറും അതുപോലെ കമലാക്ഷി ടീച്ചറും രോഹിണിയെല്ലാം ഇത്രയും പ്രായത്തിലും നല്ല ചുറുചുറുക്കോടെ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നത് നമ്മൾ പലയിടങ്ങളിലും അവരുടെ വേദികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അവരുടെ ജീവിത സായാഹ്നത്തിൽ അതാണ് പരിപാടിയെങ്കിൽ അപ്പോൾ ചെറുപ്പകാലത്ത് എന്തായിരിക്കും അവരുടെ കഴിവുകൾ എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള അവരെ നമ്മൾ ആദരവായി ആദരവ് നൽകാനായി ഏറ്റെടുത്തിട്ടുള്ളത്. ആ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവരെയും മലപ്പുറം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നത് നമ്മുടെ വാർഡ് മെമ്പർ രവിയേട്ടനാണ്. രവിയേട്ടനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിയ മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനം ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് രമണിയേച്ചി, അതുപോലെ ഇവിടെ സ്വാഗതം പറഞ്ഞിട്ടുള്ള CDSന്റെ അധ്യക്ഷ സവിതേച്ചി, മലപ്പുറം ഗ്രാമസംഘം രവിയേട്ടൻ, ഇവിടെ ഈ ഒരു കർക്കിടക ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് ജെൻഡറിന്റെ നേതൃത്വത്തിൽ മാതൃകാപരമായ മറ്റൊരു പരിപാടിയും കൂടി ഏറ്റെടുത്ത് നടത്തുകയാണ്. ജെൻഡർ ചാമ്പ്യന്മാരെ ആദരിക്കൽ എന്നുള്ള രീതിയിൽ നമ്മുടെ നാടിനകത്തെ വ്യത്യസ്ത മേഖലക്കകത്ത് കഴിവ് പ്രകടിപ്പിച്ചിട്ടുള്ള നമ്മുടെ കൂടെയുള്ള പ്രിയപ്പെട്ടവരെയും കൂടി ആദരിക്കുന്ന ഒരു മാതൃകാപര പരിപാടിയും കൂടി ഇതിന്റെ ഭാഗമായി നടത്താൻ വേണ്ടി പോവുകയാണ്. സാധാരണഗതിയിൽ എല്ലാ വർഷവും കർക്കിടക ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ കുടുംബശ്രീയും CDS ഉൾപ്പെടെ ഏറ്റെടുത്ത് മെച്ചപ്പെട്ട രീതിയിൽ എല്ലാ വർഷവും ഏറ്റെടുത്ത് നടത്താറുണ്ട്. അങ്ങനെ ഏറ്റെടുത്ത് നടത്തുമ്പോൾ സ്വാഭാവികമായും കർക്കിടക ഫെസ്റ്റ് അല്ലെങ്കിൽ കർക്കിടകത്തിനെ കാണുന്നത് നമ്മുടെ ഉൾപ്പെടെയുള്ള ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ മാസം ഉപയോഗപ്പെടുത്തുന്നത്. ബാക്കിയുള്ള എല്ലാ മാസവും ആരോഗ്യത്തിന് ഒരു ശ്രദ്ധയും കൊടുക്കാതെ കർക്കിടകത്തിലേക്ക് വരുമ്പോൾ മാത്രം കുറച്ചും കൂടി ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യുന്നത് പൊതുവെ നമുക്കിടയിലേക്ക് മലയാളികൾക്കിടയിലേക്ക് കണ്ടുവരുന്നുണ്ട്. കാരണം കർക്കിടക ഫെസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ ഈ പ്രാവശ്യം നോക്കുമ്പം എല്ലാ മേഖലക്കകത്തും ഒരു വാർഡിനകത്ത് 3-5 മേഖലക്കകത്ത് കർക്കിടക മരുന്ന് വിൽക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഇടപെടൽ ഉൾപ്പെടെ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ആരോഗ്യം കേവലമായി ഒരു മാസത്തിൽ ഒതുങ്ങി നിൽക്കുന്നതൊന്നല്ല, മറിച്ച് എല്ലാ മാസത്തിനകത്തും ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി, ആരോഗ്യപരമായ സമ്പത്ത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം പുതിയ കാലഘട്ടത്തിനകത്ത് നമ്മൾ കുറച്ചും കൂടി മടിയന്മാരായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. കാരണം ഒരു ടെക്നോളജിന്റെയും ഈ മെഷീൻ്റെ ഒക്കെ കണ്ടെത്തലിന്റെ ഭാഗമായി നമ്മൾ എടുക്കുന്ന പണി ഒരുപാട് പണിയുണ്ട്. പക്ഷെ അതൊക്കെ കുറച്ചും കൂടി ശരീരത്തെ അത്രത്തോളം വേദനിപ്പിക്കാത്ത രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. നമ്മൾ എന്ത് വെയിറ്റുള്ള സാധനം എടുത്ത് അതുകൊണ്ടൊന്നും കാര്യമില്ല. പക്ഷെ കൃത്യമായ വ്യായാമം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോഗ്യപരമായ ഭക്ഷണം ഉൾപ്പെടെ കഴിച്ചാൽ മാത്രമേ നമുക്ക് ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി പറ്റൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിത് ഏറ്റെടുത്ത് തുടർന്നുള്ള എല്ലാ മാസങ്ങൾക്കകത്തും ഒരു ആരോഗ്യമുള്ള ഒരു നാട് പടുത്തുയർത്തുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ വീടുകളിൽ സാധിക്കേണ്ടതുണ്ട്.
ഇന്ന് ഉൾപ്പെടെ നമ്മൾ ഈ കർക്കിടക ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് രാവിലെ തന്നെ വീട്ടിന്റെ പറമ്പിൽ ഉൾപ്പെടെ പോയി പല സാധനങ്ങളും ശേഖരിച്ചു വരുന്നുണ്ട്. അത് നമ്മൾ ഇന്ന് നോക്കിയതുകൊണ്ട് മാത്രമേ ഇന്ന് കണ്ടിട്ടുള്ളത്. പക്ഷെ അത് എല്ലാ സമയത്തും ഉണ്ടാകുന്ന സാധനങ്ങൾ സമാനമായിട്ടുള്ള പ്രകൃതിയിൽ നിന്ന് തന്നെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ഒട്ടനവധി ഉപാധികളുണ്ട്. അതൊക്കെ തന്നെ എല്ലാ ഘട്ടത്തിനകത്തും നമ്മുടെ ജീവിതത്തിലേക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ആദരണീയ അധ്യക്ഷ രമണിയേച്ചി ഏറെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട ഈ കർക്കിടക ഫെസ്റ്റും അതുപോലെ ജെൻഡറിൻ്റെ പരിപാടിയായിട്ടുള്ള നമ്മുടെ വ്യത്യസ്ത വഹിക്കുന്ന നമ്മുടെ സാമൂഹ്യക്ഷേമ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജ്നാസ്, അതുപോലെ വാർഡ് മെമ്പർ ഇ രവീന്ദ്രൻ, മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, മെമ്പർമാർ, CDSൻ്റെ പ്രവർത്തകർ, കുടുംബശ്രീ അംഗങ്ങൾ, കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തി വരുന്നതാണ്. ഈ കർക്കിടക മാസയിലെ ഏതായാലും തീരാനായി. ഇന്ന് ചിങ്ങമാസം പറക്കും, ഇന്ന് 11 ആയി. അതുകൊണ്ടായിരിക്കും എല്ലാവരും ഭക്ഷിച്ചിട്ട് ഇരുന്നിട്ടുണ്ടാവും എല്ലാ സാധനങ്ങളും.